അപ്പൊ ഇനി തൊട്ട് ഹിയറിംഗ് എയ്ഡ്സിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ബാൻഡേജ് മേടിച്ച് ചെവിയുടെ പുറകിൽ ഒട്ടിച്ചു വെച്ചാൽ മതി, കേൾക്കാൻ പറ്റും. ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ അവസാനം കാണിച്ചു തരാം. US-ലെ കുറച്ച് ശാസ്ത്രജ്ഞന്മാരും അവിടുത്തെ കുറച്ച് ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സും കൂടി ഒരു ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫ്ലെക്സിബിൾ ഹിയറിംഗ് എയ്ഡ്സ് എന്നൊക്കെയാണ് ഇപ്പോൾ അതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതിന് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. ഒന്ന് PDMS എന്ന് പറഞ്ഞിട്ടൊരു പോളിമർ, അതായത് ഒട്ടിച്ചു വെക്കാനാണ്. അപ്പോൾ ഈ ഒരു പോളിമറാണ് നമ്മുടെ സ്കിന്നിൽ ഒട്ടിയിരിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ. 2 ഹിയറിംഗ് എയ്ഡ് സർക്യൂട്ട്സ്, നമ്മുടെ നോർമൽ ഹിയറിംഗ് എയ്ഡ്സിലെ കാണുന്ന മയക്കും അതിൻ്റെ അകത്ത് പ്രൊസസ്സറൊക്കെ ആണെങ്കിൽ കുഞ്ഞൊരു സർക്യൂട്ട് കാണും. 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആക്ടിവേറ്റേഴ്സ്, നമ്മുടെ കുഞ്ഞ് മോട്ടറൊക്കെ പോലത്തെ ഒരു സാധനം. ഓക്കെ. അപ്പോൾ ഇത് ചെവിയിൽ പുറകിൽ ഒട്ടിച്ചു വെക്കുകയാണെന്ന് വയ്ക്കാം. അതിൻ്റെ അകത്ത് ഹിയറിംഗ് എയ്ഡ് സർക്യൂട്ടിലുള്ള മയക്ക് പുറമെയുള്ള ശബ്ദങ്ങളെ പിക്ക് ചെയ്ത് അത് ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ആയിട്ട് കൺവേർട്ട് ആകും. ഈ ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലസിനെ നമ്മുടെ ആക്ടിവേറ്റേഴ്സ് വൈബ്രേഷൻസ് ആക്കി നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കും. ഈ ഒരു സ്കിന്നിലെ വൈബ്രേഷൻസ് നമ്മുടെ സ്കളിലെത്തും. സ്കള് വൈബ്രേറ്റ് ചെയ്താൽ ഓഫ് കോഴ്സ് ആ ഒരു വൈബ്രേഷൻസ് കോക്കിലെ പിക്ക് ചെയ്ത് നമ്മുടെ ബ്രെയിനിലോട്ട് കൊടുക്കും. ഇത് ബോൺ കണ്ടക്ഷൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്സ് ആണ്. നമ്മുടെ നോർമൽ കൺവെൻഷണൽ ഹിയറിംഗ് എയ്ഡ്സ് എല്ലാം എന്താണ്, എയർ കണ്ടക്ഷൻ വഴി വർക്ക് ചെയ്യുന്നവയാണ്. പക്ഷേ ഇത് ബോൺ കണ്ടക്ഷൻ, നമ്മുടെ ബോണിനെ വൈബ്രേറ്റ് ചെയ്ത് ശബ്ദങ്ങൾ അകത്തോട്ട് കൊടുക്കുന്നു. സോ ഇത് ഏത് പോപ്പുലേഷനുള്ള ആളുകൾക്കാണ് യൂസ് ആവുന്നതെന്ന് വെച്ചാൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ, എന്തൊക്കെ ചെയ്തിട്ടും ഇൻഫെക്ഷൻസ് മാറാത്തില്ലേ, ചെവിയുടെ ഇവിടെ പിന്നെ ഇല്ലാത്ത ആളുകൾ, മൈക്രോഷ്യ അല്ലെങ്കിൽ അനോഷ്യ എന്നൊക്കെയാണ് ആ കണ്ടീഷൻസിന് പറയുന്നത്. സോ ആ ഒരു പിന്നെ അവർക്ക് നോർമൽ ഹിയറിംഗ് എയ്ഡ്സ് ഇവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം. കൂടുതൽ കുഞ്ഞുങ്ങൾക്കായിരിക്കും. വൈ? ബിക്കോസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അവർക്ക് ബുദ്ധിമുട്ടേ കാണില്ല, അവർക്ക് ഈസി ആയിട്ട് അത് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഇതുവരെയും ഈ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഹിയറിംഗ് എയ്ഡ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ സർജിക്കൽ ഓപ്ഷൻസ് ആയിരുന്നു. ബോൺ ആങ്കേഡ്, ബാഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് പോലുള്ളൊരു സാധനം, എക്സാക്ട്ലി ഹിയറിംഗ് എയ്ഡ് അല്ല, അതുപോലത്തെ മറ്റൊരു സാധനം, കേൾക്കാൻ സഹായിക്കുന്ന മറ്റൊരു സാധനം ഓപ്പറേറ്റ് ചെയ്ത് അകത്തോട്ട് വയ്ക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം വരുമ്പോൾ അതപ്പാടെ മാറും. അപ്പോൾ ഇത് US-ൽ ഒരു 10 ആൾക്കാരിലാണ് അവർ ട്രൈ ചെയ്ത് നോക്കിയത്, ഈ ഒരു ഫ്ലെക്സിബിൾ ഹിയറിംഗ് എയ്ഡ്സ്, ആൻഡ് ദ റിസൾട്ട്സ് വെയർ ഗ്രേറ്റ്. അപ്പോൾ ഇനി അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് മാർക്കറ്റിലോട്ട് ഇറക്കുക എന്നുള്ളൊരു സ്റ്റെപ്പ് മാത്രമേ മിക്കവാറും കാണുള്ളൂ. സോ സ്റ്റേ ട്യൂൺഡ്. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. യാ.